എല്ലാവർക്കും ഗൈഡ് ടു ഹൈറ്റ്സിൻ്റെ ഈ ഒരു ഫ്രഷ് എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് എബിൻ മാത്യു വാഗേസ്, എ സർട്ടിഫൈഡ് എഡ്യൂക്കേഷൻ കൗൺസിലർ ആൻഡ് ഡയറക്ടർ ഓഫ് ഗൈഡ് ടു ഹൈറ്റ്സ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുണ്ട്. അതായത് നിങ്ങൾ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ പ്രോസസ്സിങ് ചെയ്ത് തുടങ്ങി കാണും. ബട്ട് നിങ്ങൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി കണ്ടിരിക്കണം. ഷെയർ ചെയ്യുക, പിള്ളേർക്ക് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ പിള്ളേർ ഇത് പേരൻസിന് ഷെയർ ചെയ്യുക. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ഉണ്ട്. അന്നത്തെ ഈ സംഭവങ്ങൾ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദർ ഇസ് ഹൈ വിസ റെഫ്യൂസൽ റിസ്ക് ഉണ്ടാവും. ഇത് മീറ്റ് ചെയ്യാൻ പറ്റിയാൽ ഇത് വെരി ഗുഡാണ്. ബട്ട് നത്തിങ് ടു സ്ട്രെസ്, ഇതെല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു ഫയലും 100% ആക്യുറേറ്റ് ആവണമെന്നില്ല. ബട്ട് നമ്മൾ മാക്സിമം അത് ആക്യുറസിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇഫ് യു ഹാവിൻ സ്റ്റാർട്ടഡ് യുവർ അഡ്മിഷൻസ് തുടങ്ങിയിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് ഈ നമ്പറിൽ കാണുന്ന ഈ ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇഫ് യു ആർ സ്റ്റക്ക് സംവെയർ, ഒരു ആപ്ലിക്കേഷൻ സ്റ്റക്കാണ്, മുമ്പോട്ട് പോകുന്നില്ലെന്ന് തോന്നുവാണെങ്കിലും നത്തിങ് ടു വറി, വീണ്ടും ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്ത് യു ക്യാൻ സ്റ്റാർട്ട് ദി പ്രോസസ് വിത്ത് ഗൈഡ് ടു ഹൈറ്റ്സ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഗൈഡ് ടു ഹൈറ്റ്സ് ഓവർ ദി ഇയേഴ്സ് വി ആർ ഫോക്കസിങ് ഇൻ ടു 100% വിസ സക്സസ് റേറ്റ്. ഇപ്പോൾ നമ്മുടെ ഓരോ റിവ്യൂസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ എല്ലാം പിള്ളേർക്ക് ഒരു ഫുൾ സെറ്റായ ഒരു വിസ, അതായത് അവർക്ക് നല്ല പ്രോപ്പർ വിസ കിട്ടുന്നു, അവരുടെ അക്കോമഡേഷൻ, അവരുടെ എല്ലാ കാര്യങ്ങളും വി ആർ ഡൂയിങ് ബൈ സ്റ്റെപ്പ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട് ഓവർ ദി ഇയേഴ്സ്. നല്ല രീതിയിൽ പല പേരൻസും പിള്ളേരെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾസോ നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന പല ആൾക്കാർക്കും എനിക്കൊരു പ്രോപ്പർ, അതായത് നിങ്ങൾ തന്നെ എനിക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്, സോ ദാറ്റ് ഐ ക്യാൻ മേക്ക് മൈ വീഡിയോസ് മോർ ബെറ്റർ ആൻഡ് ബെറ്റർ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് അഗെയിൻ. ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് ഇന്നത്തെ ഈ ടോപ്പിക്ക് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. എല്ലാ പോയിൻറ്റ്സും ഇതിന് വേണ്ട എല്ലാ ലിങ്ക്സും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി സംസാരിക്കണമെങ്കിലും ഫോൺ നമ്പർ ഇടുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ ഫോൺ വിളിച്ച് യു ക്യാൻ സ്റ്റാർട്ട് യുവർ ആപ്ലിക്കേഷൻ. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ടുഡേസ് വീഡിയോ. അപ്പോൾ ഓസ്ട്രേലിയയിൽ പഠിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലേ? പല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ആസ് യു നോ, ദർ ആർ 40 to 43 യൂണിവേഴ്സിറ്റീസ് ഇൻ ഓസ്ട്രേലിയ. എല്ലാവർക്കും അറിയാം, റാങ്കിങ്, എല്ലാ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്ങും ബിലോ ഒരു 500 അല്ലെങ്കിൽ 800 വേൾഡ് റാങ്കിങ് ബിലോ ഉള്ള. അതുകൊണ്ട് നമ്മൾ എവിടെ പഠിച്ചാലും വളരെ നമുക്ക് നല്ല കാര്യം തന്നെയാണ്. സോ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് ഡസൻറ്റ് മാറ്റർ മച്ച്. ഓക്കെ, പല പേരൻസും ചോദിക്കുന്ന ചോദ്യമുണ്ട്, സാറേ ഏറ്റവും ടോപ്പിൽ പഠിച്ചാലേ കാര്യമുള്ളൂ, അത് ഏതിലും പഠിച്ചാലും കുഴപ്പമുണ്ടോ? ഓക്കെ, ഇതിനകത്ത് പല കണ്ടീഷൻസ് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഓക്കെ, അതിനെപ്പറ്റിയാണ് നമ്മൾ മുമ്പോട്ട് സംസാരിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ബാച്ചിലേഴ്സ് പഠിക്കാൻ പോകുന്ന പിള്ളേരുണ്ട്, മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകുന്ന പിള്ളേരുണ്ട്. ബാച്ചിലേഴ്സ് ആണെങ്കിൽ എങ്ങനെയാണ്, മിനിമം 3 ഇയേഴ്സ് ഡ്യൂറേഷൻ, അല്ലെങ്കിൽ ചില പ്രോഗ്രാംസ് ഒക്കെ 4 ഇയേഴ്സ് ഡ്യൂറേഷൻ വരും. മാസ്റ്റേഴ്സ് നമുക്ക് 1 ഇയർ പ്രോഗ്രാമുണ്ട്, 2 ഇയേഴ്സ് പ്രോഗ്രാമുണ്ട്. സാധാരണ എല്ലാവരും 2 ഇയേഴ്സ് പ്രോഗ്രാമാണ് എടുക്കുക, എന്നാലേ നമുക്ക് സ്റ്റേ ബാക്ക് കിട്ടത്തുള്ളൂ. മാസ്റ്റേഴ്സിന് 1 ഇയർ പ്രോഗ്രാം അല്ലെങ്കിൽ 1.5 ഇയേഴ്സ് എടുക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റേ ബാക്ക് ഓപ്ഷൻ ഉണ്ടാകത്തില്ല. സോ ഇത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാം. ഇനി അടുത്തത്, ഇതിനകത്ത് ഇൻടേക്സ് എപ്പോഴൊക്കെയാണ്? ഇപ്പോൾ നമുക്ക് ഈ ഒരു മാസം ഓഗസ്റ്റ് മാസമാണ്. നമുക്ക് ചില യൂണിവേഴ്സിറ്റീസ് നമുക്ക് സെപ്റ്റംബർ ഉണ്ട്, കൂടുതലും പിന്നെ നവംബർ ഉണ്ട്. അടുത്ത ബിഗസ്റ്റ് ഇൻടേക്ക് വരുന്നത് ഫെബ്രുവരിയാണ്. അപ്പം എനിക്കറിയാം കൂടുതലും പിള്ളേരെ എല്ലാവരും ഫെബ് 2027 ഇൻടേക്കിലായിരിക്കും കൂടുതലും പ്രിഫർ ചെയ്യുക, വിച്ച് ഇസ് ഗുഡ്. അത് കുഴപ്പമൊന്നുമില്ല, ബിക്കോസ് കുറച്ചും നല്ല പ്രോസസ്സിങ് ടൈം വേണം. ഓക്കെ, പ്രോസസ്സിങ് ടൈം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഇട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ് ടൈം എന്ന് പറയുന്നത് ഒരു 3 months ആണ്. 2 to 3 months. ചില പിള്ളേർക്ക് 1 മാസം മതി, ചില പിള്ളേർക്ക് ഒരു 5 months വേണം. ഇതിനകത്ത് പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അതിനകത്ത് മാർക്സ് ഉണ്ട്, അതിനകത്ത് IELTS ഉണ്ട്, ഫണ്ടുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതിനെപ്പറ്റിയാണ് നമ്മൾ പുതിയൊരു അപ്ഡേറ്റും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വരിക. ഓക്കെ, സോ നിങ്ങൾ ബാച്ചിലേഴ്സ് ആയിക്കോട്ടെ, മാസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഇത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഡിപ്ലോമ താല്പര്യമുള്ള കുറച്ച് പിള്ളേരുണ്ടാവും. ഓക്കെ, ഡിപ്ലോമ കൂടുതലും ഞാൻ ഓഫ് ഷോർ, അതായത് ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യാറില്ല, ബിക്കോസ് കുറച്ചും കൂടെ ഹയർ വിസ റിജക്ഷൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡിപ്ലോമ എടുക്കാം. ഡിപ്ലോമ എടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. കുറച്ചും കൂടെ ഫീസ് കുറവാണ്, കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 99% ഈ ഒരു സമയത്ത് വിസ റിസ്ക് ഉണ്ട്. ഓക്കെ, 1% ഉണ്ട്, കുറേ പിള്ളേരുണ്ട്, ഞാനത് ഫയൽ നോക്കി ഞാൻ ചെയ്യാറുള്ളൂ, എന്നാൽ മാത്രമേ നമുക്ക് ചെയ്ത് കാര്യമുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് ബാച്ചിലേഴ്സ്. എഗെയിൻ നമുക്ക് 3 and
3 years to 4 years program. Masters is again a 2 years program. Diploma 1 to 2 yearsൻ്റെ പ്രോഗ്രാം വരെ അവൈലബിൾ ആണ്. ഓക്കെ, ഓസ്ട്രേലിയ എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അറിയോ? ദർ ആർ 2 മേജർ തിങ്സ്. ഓക്കെ, ഒന്ന്, പിള്ളേർക്ക് പാർട്ട് ടൈം ചെയ്യാം. അപ്പോൾ എല്ലാ പിള്ളേർക്കും പാർട്ട് ടൈം ജോലികൾ കിട്ടും. അത് 100%. ആദ്യത്തെ 1, 2, 3 മാസം പ്രയാസം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പാർട്ട് ടൈമിൽ തന്നെ ഇൻകം ഏൺ ചെയ്യാം. ഒന്ന്. രണ്ടാമത്തെ സംഭവം, കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 to 4 ഇയേഴ്സ് ഓഫ് സ്റ്റേ ബാക്ക് കിട്ടും. ഈ സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും ഫുൾ ടൈമായിട്ട് ഏത് ഫീൽഡിലും. ഇപ്പം നിങ്ങൾ നഴ്സിംഗ് പഠിച്ചു, പക്ഷേ നഴ്സിംഗ് താല്പര്യമില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വേറെ ഫീൽഡിൽ ജോലി ചെയ്യാം. അതുകൊണ്ട് ഇങ്ങനൊരു നല്ലൊരു 2 മേജർ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ഓസ്ട്രേലിയ ഈസ് എ വെരി ഗുഡ് കൺട്രി. നല്ലൊരു കൺട്രിയാണ് ഒരു പിള്ളേർക്ക് ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനും ലൈഫ് അവിടെ സെറ്റ് ആവാനും. ഓക്കെ, ഇതാണ് മേജറായ കാര്യങ്ങൾ. ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളുള്ളത്. നിങ്ങൾ ഏതൊക്കെ സ്ഥലത്ത് വേണം ഓസ്ട്രേലിയ ഫോക്കസ് ചെയ്യാൻ? ഓസ്ട്രേലിയയിൽ റീജിയണൽ ഏരിയാസ് ഉണ്ട്, സിറ്റി ഏരിയാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് സ്ഥലത്ത് പഠിച്ചാലാണ് ബെറ്റർ, അല്ലേ? പലർക്കും ഒരു ഡൗട്ടുണ്ട്. പക്ഷേ ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് എല്ലാവർക്കും റീജിയണലിൽ പഠിക്കുന്നത് അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് ഫ്യൂച്ചറിൽ PR കിട്ടാൻ വേണ്ടി കുറച്ചും കൂടെ നല്ലതാണ്. പക്ഷേ ചില കോഴ്സസ് നിങ്ങൾ സിറ്റി പഠിച്ചാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പം STEM റിലേറ്റഡ് കോഴ്സസ് ഉണ്ട്. ഇപ്പം STEM എന്ന് പറയുന്നത് സയൻസ്, ടെക്നോളജി, അങ്ങനെയൊക്കെ ഉള്ള പ്രോഗ്രാംസ് കൂടുതലും ഞാൻ റീജിയണിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറയും. മെഡിക്കൽ പ്രോഗ്രാംസ് കൂടുതലും സിറ്റി ഏരിയ നിങ്ങൾ നിന്നാലും കുഴപ്പമില്ല. ബിക്കോസ് നിങ്ങൾക്കൊരു PR കിട്ടാൻ അത്രയും പ്രയാസമൊന്നുമില്ല. ഇത് സിമ്പിളായിട്ട് ഞാൻ കുറേ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ലെറ്റ്സ് ഇമാജിൻ നഴ്സിംഗ്, ഫിസിയോ, MBBS ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് നിങ്ങൾക്ക് സിറ്റിയിൽ നിന്ന് പഠിച്ചാലും റീജിയണിൽ പഠിച്ചാൽ നല്ലത് തന്നെ. സിറ്റി പഠിച്ചാൽ നിങ്ങൾക്ക് ഇഷ്യൂ വരത്തില്ല, PRും യു ആർ എലിജിബിൾ. ബട്ട് ഇപ്പോൾ നിങ്ങൾ ബിസിനസ് അനലിറ്റിക്സ്, മാനേജ്മെൻറ്റ്, അക്കൗണ്ടിങ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ്, എഞ്ചിനീയറിംഗ് ഇങ്ങനെയൊക്കെ കൂടുതലും IT ഒക്കെ നിങ്ങൾ ഒരു റീജിയണൽ ഏരിയയിൽ പഠിക്കുന്നതാണ് ബെറ്റർ. കുറേ യൂണിവേഴ്സിറ്റീസ് റീജിയനിലുണ്ട്, കുറേ യൂണിവേഴ്സിറ്റി സിറ്റീസിലുണ്ട്. അപ്പം ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു സ്റ്റേ ബാക്കിൻ്റെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പോവുകയാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണാം ഒരു കാൽക്കുലേറ്റർ പോലെ നിങ്ങൾക്ക് ഏതാണ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാം, ഏത് കോഴ്സ് ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര വർഷം സ്റ്റേ ബാക്ക് കിട്ടുമെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് സ്ക്രീനിൽ ഒരു സ്റ്റൈൽ കാണാമല്ലോ, അല്ലേ? അപ്പം ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും യു ക്യാൻ ചൂസ് ബിറ്റ്വീൻ ദോസ് കൈൻഡ് ഓഫ് യൂണിവേഴ്സിറ്റീസ്. അപ്പം ഇതാണ് റീജിയണൽ. സോ ആ റീജിയണിൽ പഠിച്ചാലും നോൺ റീജിയണിൽ പഠിച്ചാലും കുഴപ്പമില്ല. ബട്ട് നമ്മൾ സിറ്റിയിൽ പഠിക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഈസിയർ ജോലി കിട്ടും പാർട്ട് ടൈമായിട്ട്. റീജിയണിൽ പഠിച്ചാലും കിട്ടും, ബട്ട് അറിയാമല്ലോ അവിടുത്തെ പോപ്പുലേഷൻ കുറവാണ്. അപ്പം എല്ലാവർക്കും ജോലി കിട്ടണമെന്നില്ല. ഇറ്റ് മൈറ്റ് ബി എ ബിറ്റ് ഡിഫിക്കൾട്ട്, ബട്ട് ഐ എം ഷുവർ ദാറ്റ് എവ്രി വൺ, ഇപ്പം നമ്മൾ ത്രൂ പോയിരിക്കുന്ന എല്ലാ പിള്ളേർക്കും പാർട്ട് ടൈം ജോലി 1 or 2 months കൊണ്ട് ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ അതിനെപ്പറ്റി നിങ്ങൾ വലുതായിട്ട് പറയണ്ട. ഓക്കെ, അടുത്ത ഇതിൻ്റെ കൂടെ തന്നെ നമുക്കുള്ളതാണ് സ്റ്റേ ബാക്ക്. എത്ര വർഷം എനിക്ക് ഓസ്ട്രേലിയയിൽ സ്റ്റേ ബാക്ക് ഉണ്ട്? ഓക്കെ, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ചില ഏരിയാസിൽ അല്ലെങ്കിൽ നോൺ റീജിയണൽ സൈഡിൽ 3 years ആണ്, റീജിയണലാണെങ്കിൽ നമുക്ക് 4 years ആണ്. ഡിപ്പെൻഡിങ് ഓൺ ദ കോഴ്സ് ആൻഡ് എവറിത്തിങ് യു ഡു. ഞാൻ നേരത്തെ പറഞ്ഞ ആ ലിങ്കിൽ തന്നെ ചൂസ് ചെയ്യുക. ആ ലിങ്കിൽ കയറി നിങ്ങളുടെ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ കോഴ്സ് ഇടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു തരും നിങ്ങൾക്ക് എത്ര വർഷം സ്റ്റേ ബാക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു 3 to 4 years സ്റ്റേ ബാക്ക് ഒക്കെ ധാരാളമാണ് നിങ്ങൾക്കൊരു PR എടുക്കാൻ വേണ്ടി. ഈവൻ ഇഫ് ഇറ്റ്സ് എ 3 years സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് സമയമുണ്ട്. ബട്ട് ഞാൻ എല്ലാ പിള്ളേരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പഠിച്ച ഫീൽഡിൽ തന്നെ ജോലിക്ക് കയറണം. കയറിയില്ലെങ്കിൽ നിങ്ങൾ എത്ര വർഷം സ്റ്റേ ബാക്ക് എടുത്താലും നിങ്ങൾക്ക് PR കിട്ടാൻ പാടായിരിക്കും. ഓക്കെ, സോ ഗൈഡ് ടു ഹൈറ്റ്സ് ഇസ് ഓൾസോ സപ്പോർട്ടിങ് സ്റ്റുഡൻസ് വിത്ത് പ്ലേസ്മെൻറ്റ്സ്. ഇപ്പോൾ നിങ്ങൾ IT പിള്ളേരാണ്, നഴ്സിംഗ് പിള്ളേരാണെങ്കിൽ വി വിൽ ഹെൽപ്പ് യു വിത്ത് പ്ലേസ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ ഉള്ളൊരു 100% പ്ലേസ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക്. സോ യു ക്യാൻ ഓപ്റ്റ് ദാറ്റ് ഓപ്ഷൻ. എന്നിട്ട് അങ്ങനെ നിങ്ങൾക്ക് പിടിച്ച് കയറി നിങ്ങൾക്ക് PR എടുക്കാം. ഓക്കെ, സോ നേരത്തെ പറഞ്ഞാൽ ഇഫ് യു ഹാവിൻ സ്റ്റാർട്ടഡ് അഡ്മിഷൻസ് ഫീൽ ഫ്രീ ടു സ്റ്റാർട്ട് വിത്ത് us. ക്യാൻ ഗിവ് us എ കോൾ ഹിയർ. ഇല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി തുടങ്ങി സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ്, ഒരു പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ കിട്ടുന്നില്ല, ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ 100% ഓൾസോ ഗിവ് us എ കോൾ ആൻഡ് റീസ്റ്റാർട്ട് ദി എൻറ്റയർ ആപ്ലിക്കേഷൻ പ്രോസസ് വിത്ത് us. അടുത്ത പോയിന്റ് IELTS അല്ലെങ്കിൽ PT അക്കാഡമിക് എക്സാം. ഓക്കെ, പലർക്കും അറിയാമല്ലോ നമുക്ക് IELTS ഇല്ലാതെ അല്ലെങ്കിൽ PT ഇല്ലാതെ നമുക്ക് ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പറ്റത്തില്ല. അതായത് വിത്തൗട്ട് ഇത് വേണം, ഉറപ്പായിട്ട് ഇതില്ലാതെ നിങ്ങൾക്ക് ഒരു കോഴ്സും പഠിക്കാൻ പറ്റത്തില്ല. മിനിമം സ്കോർ വേണം. അതുകൊണ്ട് നിങ്ങൾ നഴ്സിംഗ് ഒക്കെ പോകുന്ന പിള്ളേരാണ്, മെഡിക്കൽ പ്രോഗ്രാംസ് ഒക്കെ പോകുന്ന പിള്ളേരാണെങ്കിൽ ദർ ആർ ഫ്യൂ സ്കോർ ചേഞ്ചസ്. കുറച്ചും കൂടെ മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇതറിയണമെങ്കിൽ നിങ്ങൾ ഏതാണ് യൂണിവേഴ്സിറ്റി,
ഓക്കെ, ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ യൂണിവേഴ്സിറ്റി ഓഫ് കാൻബ്ര അല്ലെങ്കിൽ ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റി. ബാച്ചിലേഴ്സ് ഓഫ് നഴ്സിംഗ് ആണെങ്കിൽ ഇത് അവരുടെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പോവുക. താഴോട്ട് പോകുമ്പം നിങ്ങൾക്ക് അക്കാഡമിക് റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ് കാണാൻ പറ്റും. ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ് അടിക്കുമ്പം നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റഡ് സ്കോർസ് കാണാം. ഓക്കെ, എനിക്ക് തോന്നുന്നു റൈറ്റിങ്ങിന് കുറച്ചും കൂടി കുറവ് വന്നിട്ടുണ്ട്. അപ്പം ഞാനത് ഇവിടുന്ന് ഇങ്ങനെ പറയുന്നില്ല, ബിക്കോസ് നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷൻ ആക്കണ്ട, അവിടെ പോയി വായിച്ച് നോക്കാം. ഓക്കെ, പിന്നെ പല പിള്ളേരും ചോദിക്കുന്നുണ്ട് ക്ലബ് പറ്റുമോ, ക്ലബിങ് സ്കോർ, അതായത് 2 സ്കോറ് അടുപ്പിച്ച് എഴുതിയ 2 എക്സാമിൻ്റെ സ്കോർ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ചെയ്യാൻ പറ്റും, ബട്ട് നോട്ട് ഫോർ ഓൾ യൂണിവേഴ്സിറ്റീസ്, ബട്ട് ഫോർ സം. ഓക്കെ, ഇറ്റ് സ്റ്റിൽ പോസിബിൾ. എനിക്കറിയാം കുറേ പിള്ളേർ 1, 2, 3 വട്ടം എഴുതുന്നവരുണ്ട്, 4, 5 വട്ടം എഴുതുന്ന പിള്ളേരുണ്ട്. പ്ലീസ് ഡോണ്ട് ഗീവ് അപ്പ്. അതങ്ങനെയാണ് എല്ലാ പിള്ളേരും 4 to 5, 8 പ്രാവശ്യം 10 പ്രാവശ്യം എഴുതുന്ന പിള്ളേരൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ എഴുതണമെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ മാക്സിമം നല്ലതായിട്ട് പഠിച്ച് എഴുതുക എന്നുള്ള, എന്നിട്ട് കുറേ ഗ്യാപ്പ് എടുക്കരുത് ഇങ്ങനത്തെ ടൈപ്പ് എക്സാമിന്. ഓക്കെ, പിന്നെ IELTS ഇപ്പം റിട്ടേൺ മാറി കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുണ്ട്. ഇത് കുറേ ചേഞ്ചസ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് വായിക്കാം. ഇത് ഞാൻ പറയുമ്പോൾ വീഡിയോ കുറേ ഒരു നീട്ടം വരും. ഓക്കെ, അതുകൊണ്ട് ഇന്ന് ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ, ഇത് കുറച്ചും കൂടെ IELTS ആൻഡ് PT നിങ്ങൾക്ക് കുറച്ചും കൂടെ സിംപ്ലർ ആയിട്ടുണ്ട്. ഓക്കെ, വേറെ ഒരു സന്തോഷമുള്ള വാർത്ത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് PTയുടെ വൗച്ചേഴ്സ് എടുക്കാം. എല്ലാവർക്കും അറിയാലോ, ഓൾമോസ്റ്റ് ഒരു 18,000-19,000 റുപ്പീസാണ് PTയുടെ എക്സാം. നിങ്ങൾക്ക് ഒരു 2,000 റുപ്പീസിൻ്റെ ഓഫ് കിട്ടുന്നുണ്ട്. അതും നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് യു ക്യാൻ ബൈ ദി വൗച്ചർ ആൻഡ് ഗെറ്റ് ദി PT എക്സാം ഡിസ്കൗണ്ട് വൗച്ചേഴ്സ്. ഓക്കെ, സോ ഇതാണ് IELTS ആൻഡ് PTയുടെ അപ്ഡേറ്റ്. വലിയ ചേഞ്ചസ് അല്ല, ബട്ട് വന്നിരിക്കുന്ന ചേഞ്ചസ് ഇസ് ഇൻ ഫേവർ, വിച്ച് ഇസ് എ ഗുഡ് ന്യൂസ്. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് ഡോണ്ട് ഫോർഗെറ്റ് ടു ജോയിൻ ദി വാട്സാപ്പ് ഗ്രൂപ്പ്. നമുക്കൊരു ഓസ്ട്രേലിയ 2026-27 വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഗൈഡ് ടു ഹൈറ്റ്സിൻ്റെ. എല്ലാ പിള്ളേർക്കും ജോയിൻ ചെയ്യാം, പേരൻസിനും ജോയിൻ ചെയ്യാം. അതായത് പ്രീവിയസ് പിള്ളേരുണ്ടാവും, യു വിൽ ഹാവ് എ ലോട്ട് ഓഫ് ഓഫേഴ്സ് ഹാപ്പനിങ്, ഫുൾ അപ്ഡേറ്റഡ് ഇൻഫർമേഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസോ ഡൗട്ട്സും ചോദിക്കാം in the group itself. Okay, where I am also there, I'll be helping out with all of your questions also. Okay, അല്ലാതെ തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ സ്കിൽ ഫസ്റ്റ്, പാർട്ട് ടൈം ജോലി കാര്യങ്ങൾ ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഫീൽ ഫ്രീ ടു ജോയിൻ. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കിടപ്പുണ്ട്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ആണ് ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ഇതിനെ GS എന്ന് പറയും, അല്ലെങ്കിൽ ജെന്യൂൻ സ്റ്റുഡൻറ്റ് എന്ന് പറയും. പണ്ട് ഇതിന് വേറെ പേരായിരുന്നു, പിന്നെ ഇപ്പോൾ GS ആയി. ഇല്ലെങ്കിൽ നമുക്ക് വിസ പെർസ്പെക്റ്റീവിടെ പോയിന്റ് ചെയ്യുന്നതാണ് ഇത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, പല പിള്ളേരുടെയും സിറ്റുവേഷൻ പലതാണ്. ഓക്കെ, നമ്മുടെ സാധാരണ ഒരു പിള്ളേർക്കൊരു ഇതുണ്ട്, തെറ്റായ ഒരു ഇൻഫോർമേഷനാണത്. നിങ്ങളത് അങ്ങനെ ചിന്തിക്കരുത്. അതായത് എൻ്റെ ഫ്രണ്ടിന് അത് കിട്ടിയല്ലോ, അത് പെട്ടെന്ന് അപ്രൂവ് ആയല്ലോ, എനിക്കെന്താണ് അപ്രൂവ് ആവാത്തത്. ഓക്കെ, ഇങ്ങനെയും കുറേ പല തോട്ട്സ് ഉണ്ട്. ഇങ്ങനെ കുറേ കഥകൾ പിള്ളേർ നമ്മളെ വിളിച്ച് പറയും. എവ്രി വൺസ് സ്റ്റോറി ഈസ് ഡിഫറെൻറ്റ്. നിങ്ങളുടെ ഇൻകം അല്ല അവരുടെ ഇൻകം, നിങ്ങളുടെ കയ്യിലുള്ള പൈസയല്ല അവരുടെ കയ്യിലുള്ള. അവർക്ക് ചിലപ്പോൾ ഇൻകം കുറവായിരിക്കും, ഫണ്ട്സ് കൂടുതലുണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ രണ്ടും കുറവായിരിക്കും, അല്ലെങ്കിൽ രണ്ടും കൂടുതലായിരിക്കും. സോ ഡോണ്ട് തിങ്ക് ലൈക്ക് ദിസ്. ഡോണ്ട് കമ്പയർ. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വേറെ ഒരു ഫ്രണ്ടിൻ്റെ ആപ്ലിക്കേഷനായിട്ട് കമ്പയർ ചെയ്യരുത്. ഓക്കെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആപ്ലിക്കേഷനും 100% ആക്യുറേറ്റ് അല്ല. ബട്ട് ആസ് എൻ ഏജൻറ്റ് എൻ്റെ ഉത്തരവാദിത്തം അത് മാക്സിമം ആക്യുറസി ലെവൽ എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഇമിഗ്രേഷൻസ് നോക്കുന്നത് 3-4 കാര്യങ്ങളാണ്. ഓക്കെ, ലെറ്റ് മീ സേ ഇറ്റ്സ് 4 തിങ്സ്. ഫസ്റ്റ് തിങ് അക്കാഡമിക് ആണ്. എല്ലാവർക്കും അറിയാം, പല അക്കാഡമിക് ഇതാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ നല്ല കാര്യം, ഒരു ആവറേജ് ഉണ്ടെങ്കിലും നല്ല കാര്യം, ഒരു മീഡിയം ഉണ്ടെങ്കിലും നല്ല കാര്യം. ഓക്കെ, ഇപ്പോൾ മീഡിയം അത് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60% ആൻഡ് അബവ്. ഇപ്പോൾ ഈ വർഷം നോക്കുവാണെങ്കിൽ തന്നെ കുറേ യൂണിവേഴ്സിറ്റീസ് അവരുടെ കോഴ്സസ് 70%, 75%, 85% ആക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാം ആക്കിയിട്ടില്ല, ചിലതാക്കിയിട്ടുണ്ട്. അതും അത്രയും മാർക്ക് ഉണ്ടെങ്കിൽ വിസ ഉറപ്പായിട്ടും കിട്ടുമോ? ഇല്ല. ഇറ്റ് ഡസൻറ്റ് മീൻ വിസ ഉറപ്പായിട്ടും കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. സോ നിങ്ങൾക്ക് ഒരു 65% അബവ് മാർക്ക് ഉണ്ടെങ്കിൽ ഓസ്ട്രേലിയ ഷുഡ് വർക്ക് ഫോർ യു. ഓക്കെ, അതാണ് അക്കാഡമിക്. രണ്ടാമത്തെ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ IELTS ആൻഡ് PT സ്കോർ. ഓക്കെ, യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിനകത്ത് കയറുക, ആരും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ വെബ്സൈറ്റിനകത്ത് ഞാൻ 7 കണ്ടുള്ളൂ, ഇതിനകത്ത് ഞാൻ 6 കണ്ടുള്ളൂ, അപ്പോൾ എനിക്ക് 6 പോരെ,
എനിക്ക് IELTS ഇല്ലാതെ പറ്റുമോ? കുറേ പേര് പറഞ്ഞു IELTS എനിക്കറിയത്തില്ല ഇതാരാ പറഞ്ഞുണ്ടാക്കുന്നത്. IELTS ഇല്ലാതെ ഓസ്ട്രേലിയയിൽ പോകാൻ പറ്റുമെന്ന്. അങ്ങനെ സംഭവമില്ല. IELTSും PTയും ഏതെങ്കിലും ഒരെണ്ണം ഇല്ലാതെ ഓസ്ട്രേലിയയിൽ ആപ്ലിക്കേഷൻ ഇടാൻ പറ്റത്തില്ല. ആപ്ലിക്കേഷൻ ഇടാം, പക്ഷേ വിസയ്ക്ക് വെക്കാൻ പറ്റത്തില്ല. സോ ഇറ്റ് ഈസ് എ മാൻഡേറ്ററി തിങ്. ബട്ട് സ്കോർസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, മെഡിക്കലിന് കുറച്ചും കൂടെ സ്കോർ വേണം. നോൺ മെഡിക്കലിന് അത്രയും ഒരു ബേസിക് സ്കോർ മതി. അപ്പം ഇതാണ് രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ നാലാമത്തെ പോയിൻ്റാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഓസ്ട്രേലിയയിൽ ബാച്ചിലേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് പഠിക്കാൻ പോകണമെങ്കിൽ മിനിമം ഒരു 50-60 ലക്ഷം രൂപ, ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറയുന്നത്, ഒരു 50-60 ലക്ഷം രൂപ ട്യൂഷൻ ഫീസ് സ്പെൻഡ് ചെയ്യാൻ, അതായത് പൈസ മുടക്കാൻ പറ്റുന്ന ഒരു ഫാമിലി ആയിരിക്കണം. സാധാരണ ഇപ്പോൾ എല്ലാം ഒരു 60-65-70 ലാക്സ് ആയിട്ടുണ്ട്. ഞാൻ ട്യൂഷൻ ഫീസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ 50-60 ലാക്സ് അല്ലെങ്കിൽ ഈ 60-70 ലാക്സ് നമുക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും? അപ്പോൾ യൂണിവേഴ്സിറ്റി ഈ വർഷം യൂണിവേഴ്സിറ്റീസും ഇമിഗ്രേഷൻസും കൂടുതലും അപ്രൂവൽ വന്നിരിക്കുന്ന ഫയൽസ്, അതായത് 50 ലാക്സ് ആണെങ്കിൽ അതിനകത്തൊരു 10-15 ലാക്സ് വരെ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടോ സേവിങ്സ് ആയിട്ടോ കയ്യിലുണ്ടാവണം. ഓക്കെ, ഇതിന് മെച്യൂരിറ്റി ഉള്ള ഫണ്ടായിരിക്കണം. പുതിയ ഫണ്ടാവാൻ പാടില്ല. കുറച്ചും കൂടെ മെച്യൂറായ ഫണ്ട്. മെച്യൂർ എന്ന് വെച്ചാൽ പഴക്കമുള്ള പൈസ ആയിരിക്കണം ഒന്ന്. ബാക്കി ഒരു 40-45 ലാക്സ് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാം. ലോൺ വേണ്ട, എൻ്റെ കയ്യിൽ 50 ലക്ഷം രൂപ ഉണ്ട് അല്ലെങ്കിൽ 80 ലക്ഷം രൂപ ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് പോസിബിൾ. ബട്ട് അതിനൊരു മെച്യൂരിറ്റി ഉണ്ടാവണം. ഓക്കെ, ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവമാണ് ഈ ഫണ്ട് എന്ന് പറയുന്നത്. ഈ 50 ലക്ഷം രൂപ നമുക്ക് ഒപ്പിക്കാൻ പറ്റിയില്ല, ഓസ്ട്രേലിയ വിൽ ബി ഡിഫിക്കൾട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം, ഇതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്. 1 ഇയർ ട്യൂഷൻ ഫീസ് പ്ലസ് 1 ഇയർ ലിവിങ് കോസ്റ്റ് പ്ലസ് നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലസ് നിങ്ങളുടെ എയർ ടിക്കറ്റും കൂടെ ആഡപ്പ് ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് വരും. അത് ചിലപ്പോൾ 48-47 ലാക്സ് ഒക്കെ ആയിരിക്കും വരിക. അത് റൗണ്ട് ചെയ്ത് നിങ്ങൾ 50 ലാക്സ് ആക്കുക. ഓൾവേസ് റൗണ്ട് ചെയ്യാൻ നോക്കുക ടു ഹയസ്റ്റ്, ബിക്കോസ് കറൻസി വാല്യൂ എപ്പോഴും കൂടുകയും കുറയുന്നുണ്ട്. മേക്ക് ഷുവർ യു റീച്ച് ദി ഹയസ്റ്റ്. ഓക്കെ, ഇപ്പോൾ 65-67 ആണ് റേറ്റ്, ബട്ട് ഞാനാണെങ്കിൽ 70 വെച്ചേ കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ, ജസ്റ്റ് ഫോർ എ സേഫർ സൈഡ്. ഓക്കെ, ഇതിനകത്ത് 50 ലക്ഷം രൂപ കാണുവാണെങ്കിൽ പ്ലീസ് ഒരു 10-15 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ വെക്കുക. ബാക്കി നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാം. എഡ്യൂക്കേഷൻ ലോണിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ഗിവ് എസ് എ കോൾ. വി വിൽ ഹെൽപ്പ് യു വിത്ത് എഡ്യൂക്കേഷൻ ലോൺ ഓൾസോ. ഓക്കെ, നത്തിങ് ടു വറി. പലർക്കും കിട്ടാത്തവർ കുറേ പേരൻസ് ഉണ്ട്, കുറേ പിള്ളേർ കിട്ടാത്തവരുണ്ട്. ഈവൻ വി ക്യാൻ ഹെൽപ്പ് യു വിത്ത് നോൺ കൊളാറ്ററൽ ലോൺസ്. ഓക്കെ, ഇതാണ് ഒന്ന്. രണ്ടാമത്തെ സംഭവം, ഒരു ഫാമിലിക്ക് ഇൻകം ഇല്ലെങ്കിൽ പൈസ വേറെ, അതായത് 50 ലക്ഷം രൂപ വേറെ ഇൻകം ഉണ്ടാവണം. ഇൻകം എന്ന് പറയുന്നത് പേരൻസിന് ഒരു ശമ്പളം ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു ബിസിനസ് ഉണ്ടാവണം. ഈ ഇൻകം കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഇമിഗ്രേഷൻ യൂണിവേഴ്സിറ്റി എന്താണ് നോക്കുന്നത്? ഒരു ഫാമിലിക്ക് മിനിമം 12 ലക്ഷം രൂപ വരുമാനം ഇല്ലെങ്കിൽ, ചില യൂണിവേഴ്സിറ്റീസ് ഈ 12 എന്നുള്ളത് 15 ആക്കിയിട്ടുണ്ട്, ഈ 15 എന്നുള്ളത് 18 ആക്കിയിട്ടുണ്ട്, ബേസ്ഡ് ഓൺ ദ യൂണിവേഴ്സിറ്റീസ്. പക്ഷേ ഇപ്പോഴും ഞാൻ 12 എന്നുള്ള രീതിയിൽ ഞാൻ പിള്ളേർക്ക് പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ 12 ലക്ഷം രൂപ വരുമാനമില്ലാത്ത ഫാമിലി ആണെങ്കിൽ ഓർ മോർ, ഓക്കെ, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ബട്ട് കണ്ടീഷൻസ് അപ്ലൈ. കുറേ കാര്യങ്ങൾ ഫാക്ടേഴ്സ് വെച്ച് നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, കുറേ പിള്ളേർക്ക് സ്റ്റക്ക് ഫീലിംഗ് ഉണ്ടാവും, എൻ്റെ 12 ഇല്ല 10 ഉള്ളൂ. ഓക്കെ, ഇത് ഫിക്സ് ചെയ്യാൻ പറ്റുമോ? ഫിക്സ് ചെയ്യാം. കണ്ടീഷൻസ് അപ്ലൈ. എനിക്ക് 12 ഇല്ല, എനിക്ക് 7 ഉള്ളൂ. ഫിക്സ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ബട്ട് എഗെയിൻ കുറച്ചും കൂടെ റിസ്കിയർ ആണ്. വി ഹാവ് ടു ഡു നേരത്തെ പ്രോസസ്സിങ് ഒക്കെ ചെയ്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇത് 12 മിനിമം ആക്കണം. ഒന്നത് 50 ലക്ഷം രൂപ കയ്യിലുണ്ടാവണം. IELTS ഉണ്ടാവണം. 65% അബവ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫയൽ ഒരു 90% കിട്ടുമോ? ഓക്കെ, എനിക്ക് ഉറപ്പായിട്ടും വിസ കിട്ടുമോ? ഞാൻ എല്ലാ പിള്ളേരോടും പേരൻസും പറയാം, നിങ്ങളുടെ ഫയൽ എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ഓസ്ട്രേലിയ വിൽ നെവർ പ്രോമിസ് യു വിസ. അതാണ് ഓസ്ട്രേലിയ. നിങ്ങളുടെ ഏജൻസിൻ്റെ ഇഷ്യൂവോ അത് നിങ്ങളുടെ ഇഷ്യൂവോ നിങ്ങളുടെ പൈസ ഇല്ലായ്മ ഒന്നുമല്ല. ഈവൻ പൈസ ഉള്ള, അതായത് സ്ട്രോങ്ങർ ഇൻകം ഉള്ള ഫാമിലി, നല്ല മാർക്കുള്ള പിള്ളേർക്ക് പോലും വിസ റെഫ്യൂസൽസ് വരുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ടാവും, അല്ലെങ്കിൽ കാരണം ഉണ്ടാകത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ തിങ് ഓൾസോ. ഓക്കെ, ഇപ്പോൾ പല കൺട്രീസും ഇമിഗ്രേഷൻ ഡിഫിക്കൽട്ട് ആയിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ കാണിക്കാനുള്ള. അപ്പം ഇതിനകത്ത് ഞാൻ പറയാൻ പോയ കുറേ സംഭവങ്ങളുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറയുന്നതിനെക്കാട്ടും നല്ലത് ഐ വിൽ ഡു ഇറ്റ് ഫോർ യു. സോ ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് അഡ്മിഷന് വേണ്ടി വരുവാണെങ്കിൽ
യു ഹാവ് ടു ട്രസ്റ്റ് മീ വിത്ത് ദ പ്രോസസ് ആൻഡ് ഐ വിൽ മേക്ക് ഷുവർ നിങ്ങൾക്ക് മാക്സിമം ആക്യുറസി ലെവലിൽ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് മേജർ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. ITR ഇമ്പോർട്ടൻ്റ് ആണ്, കയ്യിലുള്ള പൈസ ഇമ്പോർട്ടൻ്റ് ആണ്, IELTS ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്കും ഇതെല്ലാം ഇമ്പോർട്ടൻ്റ്. ഇതാണ് അപ്ഡേറ്റഡ് ആയ ഇൻഫർമേഷൻ. പക്ഷേ ഞാൻ പറയട്ടെ, ഞാൻ ധൈര്യമായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഓസ്ട്രേലിയ ക്രാക്ക് ചെയ്യാൻ പറ്റിയാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് കൺട്രീസ് യു ക്യാൻ സ്റ്റാർട്ട് യുവർ ലൈഫ്. ആൻഡ് ഞാൻ ഉറപ്പ് വരുത്തുന്നു, നിങ്ങൾക്ക് ഞാൻ ഒരു പ്രോപ്പർ ലൈഫ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മാക്സിമം നിങ്ങളെ ഹെൽപ്പ് ഔട്ട് ചെയ്യാം. അത് നിങ്ങളുടെ കോഴ്സ് സെലക്ഷനിലായിക്കോട്ടെ, നിങ്ങളുടെ വിസയിലായിക്കോട്ടെ, വിസ കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സ്റ്റേ ബാക്ക് ആയിക്കോട്ടെ, ആൻഡ് ഇൻ ദ ഫ്യൂച്ചർ യുവർ PR ഓൾസോ. ദാറ്റ്സ് ഹൗ ഗൈഡ് ടു ഹൈറ്റ്സ് വർക്ക്സ്. വി ആർ എക്സ്പെർട്ടീസ്ഡ് ഇൻ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ആൻഡ് UK. ഏത് കൺട്രിയാന്ന് പറഞ്ഞാലും വി വിൽ ഹെൽപ്പ് യു വിത്ത് ദ മാക്സ്. ഓക്കെ, ബട്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. സോ താങ്ക് യു സോ മച്ച്. ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് സംസാരിച്ച് ഡയറക്റ്റ്ലി യു ക്യാൻ സ്റ്റാർട്ട് യുവർ ആപ്ലിക്കേഷൻ. ഐ ആം അവൈലബിൾ ടു ടോക്ക് ടു യു. അപ്പോയിൻമെൻറ്റ്സ് എടുത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്നോട് തന്നെ സംസാരിക്കാൻ ഒരു പ്രശ്നമില്ല. യു ആർ ഓൾവേസ് വെൽക്കം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് മൈ നെയിം ഇസ് എബിൻ മാത്യു വർഗീസ്.